നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങളെല്ലാവരും ജിംബലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മൊബൈൽ ഫോൺ സ്റ്റെബിലൈസർ. ഏതായാലും നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിത് ഈ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. DJI 4 Om 4 SE. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണിത്. യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പിന്നെ വെഡ്ഡിങ് ഷൂട്ട് അങ്ങനെ എന്തെങ്കിലും മൊബൈലിൽ തന്നെ അത്യാവശ്യം നല്ല മൊബൈലൊക്കെ സാംസങ്ങിൻ്റെ ആപ്പിളിൻ്റെ ഒക്കെ അത്യാവശ്യം പിന്നെ 14 സീരീസ് അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഒക്കെ S21 അൾട്ര പിന്നെ മുകളിലേക്കുള്ള ഫോണിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. അത് മാത്രമല്ല, അതായത് സിനിമാറ്റിക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന പ്രൊഡക്റ്റ്. അത് ഒരു 9500 ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ജോയിനിങ്ങും പിന്നെ അത് യൂസ് ചെയ്യുന്നതും ഒക്കെ വളരെ ക്ലീൻ ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇത് ഹോൾഡിംഗ് എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു രീതിയിലാണുള്ളത്. പിന്നെ നല്ലൊരു പ്രൊഡക്റ്റ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഫുള്ള് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രൊഡക്റ്റ് വരുന്നത്, ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആൻഡ്രോയിഡിലും ആപ്പിൾ സ്റ്റോറിലും ഒരുപാട് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ഒരു അഡീഷണൽ സോഫ്റ്റ്വെയർ ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഗുണമായിരിക്കും. അത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഈ പ്രൊഡക്റ്റിൻ്റെ യൂസർ ഗൈഡ്സിൽ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് DJI Om 4 SEൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം നല്ല രീതിയിലുള്ള പാക്കിങ്ങുമാണ് ഇപ്പം ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഞാനിതൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മുമ്പിൽ ഇതൊരു പിന്നെ അൺബോക്സിങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയുണ്ട് എന്ന് കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ സൈഡിൽ നിന്ന് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പുറത്തൊരു ലാമിനേഷൻ കോട്ടിംഗ് ഉണ്ട്. അതായത് ബോക്സിന് തന്നെ ഒരു പെട്ടെന്ന് അഴുക്ക് കിട്ടണ്ടെന്നുള്ള രീതിയിലേക്ക് നല്ല രീതിയിൽ സൈഡിൽ എന്തോ ഒരു ക്യാഷ് കറൻസി പോലത്തെ ഒരു പിന്നെ ഇതുണ്ട്. ഗ്യാരണ്ടി കാർഡ് ആയിരിക്കും അത്. നല്ല ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യിക്കുന്ന രീതിയിലുള്ള പാക്കിങ് ഫ്ലിപ്കാർട്ടിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ DJI Om 4 SE എന്നുള്ളൊരു കമ്പനി അതിൽ കൊടുത്തിരിക്കുന്നുണ്ട്. ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ലാമിനേഷൻ കവറാണ് ഞാൻ എടുക്കുന്നത്. ആ ലാമിനേഷൻ കവർ എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഗ്യാരണ്ടി കാർഡൊക്കെ നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഈ ഒരു ബോക്സിനുള്ളിൽ എന്തൊക്കെയാണ് കിറ്റ് ഉള്ളതെന്ന്, കാരണം വെച്ചാൽ കിറ്റുകൾ പറയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡും ഇത് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചാർജിങ് കേബിൾ, ചാർജർ ഉണ്ടാവില്ല. ചാർജിങ് കേബിൾ USB ടൈപ്പാണ്. USB ടൈപ്പ് C ടൈപ്പാണ് ഇതിൻ്റെ ചാർജിങ് കേബിളായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ലാമിനേഷനൊക്കെ അത്ര നല്ല രീതിയിൽ തന്നെ ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. കാരണം ഒരു ബോക്സിന് സാധാരണ ഒരു കൊറിയറൊക്കെ കൊണ്ടുവരുന്ന ബോക്സിന് അത്യാവശ്യം ഡാമേജ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് നല്ല രീതിയിൽ തന്നെ അവർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ബോക്സിന് ഒരു പോറിലോ അങ്ങനത്തെ ഒന്നും ആയിട്ടില്ല. ഒരു സൈഡിൽ നിന്ന് ഡാമേജ് ആവുക അങ്ങനത്തെ ഒന്നും ആയിട്ടില്ല. വളരെ നല്ല രീതിയിൽ തന്നെ ഇവർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഒന്ന് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. സൈഡിൽ സ്റ്റിക്കർ നമുക്ക് കട്ട് ചെയ്യാം. സൈഡിൽ സ്റ്റിക്കർ കട്ട് ചെയ്തതിന് ശേഷം അതായത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിൽ സ്റ്റിക്കർ നമ്മളിപ്പോൾ സാധാരണ ഒരു ഇൻസുലേഷൻ ടാപ്പ് പോലെ അങ്ങനെ ഒന്നുമല്ല ഒരു ഫിക്സ് ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി സീലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഹൈ ക്വാളിറ്റി സീല് ബ്രോക്കൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും ഈ ബോക്സ് ഓപ്പൺഡ് ആണോ അല്ലയോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നതൊക്കെ മനസ്സിലാവും. നമുക്ക് ഏതായാലും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നിന്നുള്ളത് ഫസ്റ്റ് നല്ല രീതിയിലുള്ള പൗച്ചാണ്. ഓക്കെ, ഓസ്മോ DJI എന്ന് ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് അത് മൊത്തം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പൗച്ചാണ് DJI ഓസ്മോയുടെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കാറ്റലോഗ് വരുന്നുണ്ട്. DJIൻ്റെ ഇതിൻ്റെ മെനു കാർഡാണ്. അതിൻ്റെ അകത്തുള്ള ഓപ്ഷൻസ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് മാറ്റി വെക്കാം. നമുക്ക് വേറെ എന്തൊക്കെയുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് നോക്കി നോക്കാം. ഈ കവർ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഒരു വെൽവെറ്റ് ക്ലോത്തിൻ്റെ ഒരു ടച്ച് നമുക്ക് അതിൽ ഫീലാക്കി തരുന്നുണ്ട്. ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സേഫായി കിടക്കും. നമ്മുടെ പ്രൊഡക്റ്റ് ഏതായാലും നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് കിടക്കും. ഇതേപോലെ ഒരു പൗച്ച് നമുക്ക് എവിടെയെങ്കിലും ക്യാരി ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് മാത്രം ബോക്സ് ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൻ്റെ അകത്ത് മാത്രം കൊണ്ടുപോകാം. നമുക്ക് യൂസർ മാനുവലൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം നോക്കാം. അതായത് ഈ ബോക്സ് നമുക്ക് ഹോൾഡ് ചെയ്യാം. നമുക്ക് ഏതായാലും പ്രൊഡക്റ്റിൻ്റെ ഒരു റിവ്യൂ ആണല്ലോ നമുക്ക് മെയിൻ ഇമ്പോർട്ടൻറ്റ്. യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയില്ലെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നമുക്ക് വേറെ രീതിയിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം. മാഗ്നറ്റിക്കിൻ്റെ, അതായത് ഏറ്റവും പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് മാഗ്നറ്റിക് ടൈപ്പ് ആയിരിക്കാം. കാരണം നമ്മൾ ഈ മൊബൈൽ ഹോൾഡ് ചെയ്യുന്നതിനാണല്ലോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നതാണ്. പിന്നെ ഫിറ്റ് ചെയ്യുന്നതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും DJIയുടെ ഓം ബ്രാൻഡിങ് ഒക്കെ ഉണ്ട്.
അത്യാവശ്യം നല്ല പവർ നല്ല രീതിയിൽ പവർ കൊടുത്ത് വലിക്കണം, എന്നാൽ മാത്രമേ അത് വലിഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫിറ്റ് ചെയ്താലും പെട്ടെന്നൊന്നും താഴെ പോകുന്നില്ല. കാരണം ഇത് അഡീഷണൽ ഒരു സ്റ്റിക്കറാണ്. അതായത് നമ്മളിപ്പം സ്ലിം ആയിട്ടുള്ള മൊബൈൽ ഫോൺസ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ലൂസായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ട്രൈപോഡ് സ്റ്റാൻഡ്, അതിൻ്റെ അടിയിലാണ് USB കേബിൾ വെച്ചിട്ടുള്ളത്. സ്റ്റാൻഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ അത് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും സ്റ്റാൻഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ചിലപ്പോൾ സെൽഫി ആയിട്ട് വീഡിയോസ് ഒക്കെ എടുക്കണമെങ്കിൽ സ്റ്റാൻഡ് വളരെയധികം അത്യാവശ്യമാണ്. അതപ്പോൾ നമുക്കൊരു നല്ല രീതിയിൽ തന്നെ വെച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഏതായാലും പ്രൊഡക്റ്റ് നോക്കി നോക്കാം. ഈ പ്രൊഡക്റ്റിൻ്റെത് എനിക്ക് തോന്നുന്നു എല്ലാ സൈഡും മാഗ്നറ്റിക് ടൈപ്പാണ് വരുന്നത്. നല്ലൊരു ഇൻഹാൻഡ് ഫീലിംഗ് ഉണ്ട്. അതായത് ഒരു കുറച്ച് വെയിറ്റ് അതിന് കിട്ടുന്നുണ്ട്. നല്ല ഒരു എന്താണ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. പിന്നെ ഫോൾഡിങ് വെച്ചിരിക്കുന്ന ഓപ്ഷനൊക്കെ നിങ്ങൾ കണ്ടോ, അതായത് വലിയൊരു ഒരുപാട് സ്ഥലം കീപ്പ് ചെയ്യുന്ന രീതിയിലോ അങ്ങനെ ഒന്നുമല്ല ഇവർ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് അവിടെ സൈഡിൽ വെക്കാം. അതിൽ വേറെ എന്തെങ്കിലും ഐറ്റം കൂടി ഇതിലുണ്ടോ എന്നുള്ളത് നോക്കി നോക്കാം. ഇനി അടുത്തത് USB പോർട്ടാണ്. USB ടൈപ്പ് സി ടൈപ്പാണ്. ചാർജേഴ്സ് ഇതിൻ്റെ അകത്ത് വരുന്നില്ല. USB-C ടൈപ്പ് നമുക്ക് ചാർജറിലൊക്കെ കുത്തി ചെയ്യാം. പിന്നെ ഒരു സിലിക്കൺ ജെല്ലിൻ്റെ പൗഡർ, അതല്ലോ അവിടെ മനസ്സിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പെറ്റ്സൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഏതായാലും ബോക്സ് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് പ്രൊഡക്റ്റ് ഏതായാലും പരിചയപ്പെടാം. ഇത് കണ്ടോ, ഇത് നമ്മൾ നല്ല രീതിയിൽ, അതായത് ഈ സ്റ്റാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് പ്രൊഡക്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പറ്റുക, ആ പ്രൊഡക്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ലാൻഡ്സ്കേപ്പ് മോഡല്, പോർട്രേറ്റ് മോഡല്, പിന്നെ സൈഡിൽ നിന്നുള്ള വ്യൂസ്, എല്ലാ രീതിയിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു സിനിമാറ്റിക്, അതായത് നമ്മളിപ്പോൾ കൈനെ കൊണ്ട് പെട്ടെന്ന് തിരിക്കുന്ന സമയത്തേക്ക് ശരിക്കും അറിയാൻ പറ്റും വീഡിയോസിൽ മാറ്റങ്ങൾ വരുന്നത്. പിന്നെ അതിന് ഈ എന്തെങ്കിലും സെപ്പറേറ്റ് ആനിമേഷൻസ് ഇട്ടിട്ട് വേണം അത് ക്ലിയർ ചെയ്യണമെങ്കിൽ. പക്ഷേ ഇതിന് അങ്ങനെയല്ല, കറക്റ്റ് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്. ആ മൂവ്മെൻറ്റ്സ് ആണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം കണ്ടോ, സ്റ്റാൻഡിൽ നമുക്ക് സെൽഫി ആയിട്ട് വീഡിയോസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ നിന്ന് എടുത്തിരിക്കുന്ന സ്റ്റാൻഡിങ്ങിൽ വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ എല്ലാം ഓപ്പൺ ചെയ്തിട്ട്, അപ്പം ഈ ഒരു മൂവ്മെൻ്റ് ആണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം വളരെ സ്ലോ ആയിട്ട് ആ ഒരു സിനിമാറ്റിക് വീഡിയോ, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്നത്. കാരണം ഒരു ഷെയ്ക്കിങ്ങോ കാര്യങ്ങളോ ഇല്ലാതെ നല്ല രീതിയിൽ, പിന്നെ കയ്യിൽ പിടിച്ച് നിൽക്കാൻ തന്നെ നല്ലൊരു ഹോൾഡിങ് കിട്ടും. അതായത് നല്ലൊരു കംഫർട്ട് ഫീലിംഗ് ആയിരിക്കും അത് കയ്യിൽ വെക്കുന്ന സമയത്തേക്ക്. നമുക്ക് അങ്ങനെ ഒരുപാട് സമയം വെക്കുമ്പോഴത്തേക്ക് നമുക്ക് പെയിൻ എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു ഹോൾഡിങ് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു പെയിൻ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു വിഷ്വൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സ്റ്റാൻഡിൽ എത്രമാത്രം കംഫർട്ടാണെന്നുള്ളത്. നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് എത്ര സമയം വേണമെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാം. പിന്നെ ചാർജിങ് പോയിന്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് തന്നെയുണ്ട്. ഞാനിതിൽ ഓൾമോസ്റ്റ് 2 hours ഞാൻ ട്രൈ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്കറിയാം ചാർജിങ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. കാരണം ഇതിൽ ഫുൾ ചാർജിങ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ആ ഒരു എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് 6 hours ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അത് ഓരോ ഡിപ്പെൻഡിങ് നിങ്ങളുടെ യൂസേജ് പോലെ ആയിരിക്കാം. ഇതിൻ്റെ അകത്ത് 1-2 ഫോട്ടോസ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കാണിച്ചു തരാം. പിന്നെ ക്യാമറ അത്യാവശ്യം നല്ല രീതിയിലായി നോക്കാം. ഇതിൻ്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്. നമ്മൾ ആ ഹാൻഡിൽ പിടിക്കുന്ന ഒരു ഭാഗം അത് വളരെയധികം കംഫർട്ടാണ്. നമുക്ക് ആ നല്ലൊരു ഇൻഹാൻഡ് ഫീല് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് നിന്നാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അടിയിൽ വെച്ചിരിക്കുന്നത് സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇത്രയും ലെങ്ത് തോന്നിക്കില്ല, ചെറിയൊരു. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേരം നമുക്കിത് പിടിച്ചു കഴിഞ്ഞാലും കയ്യിൽ അധികം ഒരുപാട് വെയിറ്റ് തോന്നില്ല. പിന്നെ ഞാൻ 2 കൈ കൊണ്ട് ഇപ്പോൾ കൂട്ടി പിടിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഷിവറിങ് ആവുന്ന ഒരു പ്രോബ്ലം വരുമ്പോഴാണ് ഈ കൂട്ടി പിടിക്കുന്നത്. അപ്പോൾ 2 കൈനെ കൊണ്ട് കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ ഷിവറിങ് ആവുന്ന ഒരു പ്രോബ്ലം ഒരു പരിധി വരെ നമുക്ക് ക്ലിയർ ചെയ്യാം. പക്ഷേ മൊബൈൽ ഫോണിൻ്റെ ഒക്കെ അത്യാവശ്യം ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക ഫോണിലും ക്യാമറ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഷെയ്ക്ക് ആയി കഴിഞ്ഞാലും കുറേയൊക്കെ കാര്യങ്ങൾ നേരെ രീതിയിൽ തന്നെ ക്യാമറ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും ഒരു പുതിയ പ്രൊഡക്റ്റുമായി അടുത്ത പ്രാവശ്യം കാണാം. ബൈ ബൈ.